Dear students, Plus 2 Computer Science Chapter 10 Server-Side Scripting Using PHP Part 6. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു PHP പ്രോഗ്രാമൊക്കെ എഴുതുക, എങ്ങനെ PHP ഫോം ക്രിയേറ്റ് ചെയ്യും, 3 ടയർ ആർക്കിടെക്ചർ, ഫങ്ഷൻസ്, ഡാറ്റ ടൈപ്സ് എല്ലാത്തിനെയും കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു PHP ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് കണക്റ്റിംഗ് PHP ടു ഡാറ്റാബേസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് MySQL ആണ്. അതിന് നമ്മൾ 4 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓപ്പൺ എ കണക്ഷൻ ടു MySQL, ദെൻ സ്പെസിഫൈസ് ദി ഡാറ്റാബേസ് ദാറ്റ് വി വാണ്ട് ടു ഓപ്പൺ, ആൻഡ് ദെൻ നെക്സ്റ്റ് റിട്രീവ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ് ഓർ ഇൻസേർട്ട് ഡാറ്റ ടു ദി ഡാറ്റാബേസ്, ആൻഡ് അറ്റ് ലാസ്റ്റ് ക്ലോസ് ദി കണക്ഷൻ. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു 3 ടയർ ആർക്കിടെക്ചറാണ്. ഫസ്റ്റ് നമ്മൾ ക്ലയൻറ്റ് ഓർ ബ്രൗസർ, ദെൻ വെബ് സെർവർ, ദെൻ ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നാണ് അതിന് 4 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് ഓപ്പൺ എ കണക്ഷൻ ടു MySQL, then specifies the database that we want to open, then retrieve data from database or insert data to the database, and at last close the connection. ഇതിനകത്തൊരു ഇൻട്രാക്ഷൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബ്രൗസറും PHPയും ഡാറ്റാബേസും തമ്മിൽ കണക്ട് ചെയ്യാന്ന്. ഫസ്റ്റ് ഒബ്റ്റെയിൻ ഡാറ്റ, then to the web server, then PHP ഡൈനാമിക് വെബ് പേജ് ബ്രൗസറിലേക്ക് എടുക്കും, ബ്രൗസർ അത് റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കുന്നു, ദെൻ PHP ഫയലിലേക്ക് അത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു കണക്ഷൻ നമുക്ക് വരിക. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളാണ് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പുകളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ എ കണക്ഷൻ ടു MySQL. നമുക്കൊരു കണക്ഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫംഗ്ഷൻ ഈസ് MySQL_connect ഓഫ്. നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് MySQL_connect ഓഫ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പായ ഓപ്പൺ എ കണക്ഷൻ. അപ്പോൾ നമുക്ക് അതിന് നോക്കാം. ബിഫോർ വി യൂസ് PHP ടു ആക്സസ് റെക്കോർഡ്സ് ഇൻ ഡാറ്റാബേസ്, വി യൂസ് MySQL_connect ഓഫ് ഫംഗ്ഷൻ to open a connection to MySQL database, and this function requires 3 string arguments. First is hoster or server name, then username, then a password. The function returns a link identifier when it successfully connected to the specified MySQL server. Otherwise, it returns a null for an error statement. അപ്പോൾ നമുക്ക് ഈ MySQL കണക്ട് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 3 ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് സെർവർ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം ആയിരിക്കും, ദെൻ സെക്കൻഡ് ഒരു യൂസർ നെയിം കൊടുക്കും, തേർഡ് ഒരു പാസ്വേഡ് കൊടുക്കും. അതുപോലെ ഈ ലിങ്ക് നമ്മൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു ലിങ്ക് ഐഡൻറ്റിഫയർ ആയിരിക്കും. അത് സക്സസ്ഫുള്ളി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ MySQL ആയിട്ട് സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള MySQL സെർവറിലേക്ക് സക്സസ്ഫുള്ളി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഒരു ലിങ്ക് ഐഡൻറ്റിഫയർ നമുക്ക് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ഒരു എറർ ആയിരിക്കും, അപ്പോൾ ഒരു നള്ളായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം. ഒരു സിൻടാക്സ് നോക്കാം അതിൻ്റെ എങ്ങനെയാണെന്ന്. $link_id ഈക്വൽ ടു ലിങ്ക് നമുക്ക് കൊടുക്കുന്നതിന് നമ്മൾ പറഞ്ഞു MySQL കണക്റ്റ് ആണ് നമ്മൾ കൊടുക്കുക. അതിനകത്ത് ഈ 3 പാസ്വേഡ് ഫസ്റ്റ് 3 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യും. ഫസ്റ്റ് ലോക്കൽ ഹോസ്റ്റ്, ദെൻ യൂസർ ID, ദെൻ പാസ്വേഡ്. ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എൻ്റെ ഒരു എക്സാമ്പിൾ ലിങ്ക് നമുക്ക് സക്സസ്ഫുള്ളി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നൊരു ലിങ്ക് ആയിരിക്കും, അതർവൈസ് എറർ ആണെങ്കിൽ നള്ള്. ഇനി സെക്കൻഡ് നമ്മൾ കണക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്പെസിഫൈസ് ദി ഡാറ്റാബേസ് ദാറ്റ് വി വാണ്ട് ടു ഓപ്പൺ. നമ്മൾ ഏത് ഡാറ്റാബേസ് ആണോ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഫോർ ദാറ്റ് വി യൂസ് എ ഫംഗ്ഷൻ MySQL_select_db ഓഫ്. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ പർട്ടിക്കുലർ ഡാറ്റാബേസ് സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. And it takes a string which is a database name and a link identifier as a argument. നമ്മൾ ഈ MySQL_select_dbയിലേക്ക് നമ്മൾ 2 സ്ട്രിങ്ങുകളൊക്കെ കൊടുക്കും. അതിനകത്ത് ഡാറ്റാബേസ് നെയിമും അതുപോലെ ഒരു ലിങ്ക് ഐഡൻറ്റിഫയർ ഒക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുക. ആൻഡ് നമ്മൾ ആ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ്. ദാറ്റ് ഇറ്റ് ഫൈൻഡ്സ് ദി ഡാറ്റാബേസ്, ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റാബേസ്, ഇറ്റ് റിട്ടേൺസ് ദി ട്രൂ ഓർ എൽസ്. അതായത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ദി false value. And the syntax is MySQL_select_db
ഓഫ് ഡോളർ ഡാറ്റാബേസ്, ആ പർട്ടിക്കുലർ ഡാറ്റാബേസിൻ്റെ നെയിം നമ്മളവിടെ കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ സ്പെസിഫൈങ് ദി ഡാറ്റാബേസ് ദാറ്റ് വി വാണ്ട് ടു ഓപ്പൺ, ദി തേർഡ് സ്റ്റെപ്പ് ഈസ് ടു റീഡിങ് ഡാറ്റ ഫ്രം ദി database. How to read database from the database? Data is read from the database in two steps. First, we execute the SQL query on the database using the function mysql underscore query of. Then populate the row into an array using the mysql underscore fetch underscore array of. അപ്പോൾ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. SQL query ഡാറ്റാബേസിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അതിനൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, mysql underscore query എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ റോ നമ്മൾ പോപ്പുലേറ്റ് ചെയ്യും. നമ്മൾ എത്ര റോസ് ഉണ്ട്, ഡാറ്റാബേസിൽ എത്ര റോസ് ഉണ്ട് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യണം. ഈ അറേയിലേക്ക് നമ്മൾ പോപ്പുലേറ്റ് ചെയ്യും യൂസിങ് ദി ഫംഗ്ഷൻ mysql underscore fetch underscore array of. ഇനി mysql query of എന്നുള്ള ഫംഗ്ഷൻ്റെ യൂസ് നമുക്ക് നോക്കാം. നമ്മളെന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് SQL query ഓൺ എ ഡാറ്റാബേസ്. നമുക്ക് ഡാറ്റാബേസിലെ SQL queries എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് mysql underscore query of എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സെൻഡ് ദി query ടു ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺസ് എ റിസോഴ്സ് കോപ്പി query ഹാൻഡിൽ ഓൺ ദി സക്സസ്ഫുൾ എക്സിക്യൂഷൻ. നമ്മുടെ എക്സിക്യൂഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ അതിൽ നിന്ന് ഡാറ്റാബേസ് നമുക്ക് തിരിച്ച് സെൻഡ് ചെയ്യുക, ക്വറി നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ. ഒരു ക്വറി സെൻഡ് ചെയ്യും, ഡാറ്റാബേസിലേക്ക് ക്വറി സെൻഡ് ചെയ്യും. അതുപോലെ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? റിസോഴ്സ് ടൈപ്പ് ക്വറി ഹാൻഡിൽ ഓൺ ദി സക്സസ്ഫുൾ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ ആ റിസോഴ്സ് ടൈപ്പ് നമുക്ക് റിട്ടേൺ ചെയ്യുകയും ഡാറ്റാബേസിലേക്ക് ക്വറി സെൻഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ mysql query of എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ആൻഡ് ഈ സിൻടാക്സ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ് ഡോളർ റിസൾട്ട് സെറ്റ് ഈക്വൽ ടു mysql underscore query of query കോമ കണക്ഷൻ. ആ കറസ്പോണ്ടിങ് ക്വറിയും കണക്ഷനൊക്കെ നമുക്ക് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പറഞ്ഞു നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു അടുത്തൊരു ഫംഗ്ഷനാണ്. നമുക്ക് അതിൻ്റെ റോസ് ഡാറ്റാബേസിൻ്റെ റോസിനെ കുറിച്ച് റോസ് നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് mysql underscore fetch underscore array of എന്നുള്ള ഫംഗ്ഷൻ. ആൻഡ് ഇത് നമ്മൾ പറഞ്ഞ എന്തിനാണെന്ന്? ഇറ്റ് യൂസ്ഡ് ടു പോപ്പുലേറ്റ് റോസ് ഓഫ് എ ഡാറ്റ ആസ് ആൻ അറേ ഫ്രം ദി mysql റിസൾട്ട് ഹാൻഡിൽ. അതായത് നമുക്ക് റോസ് പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറയിലെ ഡാറ്റയുടെ റോസ് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ടേക്സ് എ റിസൾട്ട് ഹാൻഡിൽ റിട്ടേൺഡ് ഫ്രം mysql query of. എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് ഹാൻഡിലും അതേപോലെ തന്നെ വേറൊരു ആസ് എ പാരാമീറ്റർ ആൻഡ് റിട്ടേൺസ് ആൻഡ് അറേ കറസ്പോണ്ടിങ് ടു ദി ഫെച്ച്ഡ് റോ. ഒരു റോയും റിട്ടേൺ ചെയ്യും, അതുപോലെ mysql queryയിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ടും നമുക്ക് ഈ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദി അറേ ക്യാൻ ബി, നമുക്ക് ആ റിട്ടേൺ ചെയ്യുന്ന അറേ ഒരു അസോസിയേറ്റീവ് അറേ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സഡ് അറേ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ അറയോ അല്ലെങ്കിൽ രണ്ടും ആയിരിക്കാം. ഇഫ് ദെയർ ഈസ് നോ മോർ റോസ് ലെഫ്റ്റ് ടു ഫെച്ച് ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. എല്ലാ റോസും നമ്മൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോ അതുപോലെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി റോസ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ആൻഡ് സിൻടാക്സ് ആദ്യം നമ്മൾ പറഞ്ഞു, ക്വറി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ തന്നെ mysql underscore query of query കോമ കണക്ഷൻ കൊടുക്കും. ദെൻ ഫെച്ച്ഡ് റോ നമുക്ക് കൊടുക്കാനായിട്ട് mysql underscore fetch underscore array of that result set. ഈ റിസൾട്ട് സെറ്റ് നമ്മൾ mysql query എന്നുള്ള ആ ഫംഗ്ഷനിൽ കൊടുത്ത സെയിം തന്നെയാണ്. ആൻഡ് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം, SQLൻ്റെ ക്വറി എക്സിക്യൂട്ട് ചെയ്യണം യൂസിങ് ദി ഫംഗ്ഷൻ mysql underscore query of എന്നുള്ള ഫംഗ്ഷനും അതേപോലെ നമ്മുടെ ഡാറ്റ അറേ ആയിട്ട് നമുക്ക് ഡാറ്റയിലെ റോസൊക്കെ പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് mysql underscore fetch underscore array of എന്നുള്ള ഫംഗ്ഷൻ. ഇനി അങ്ങനെ നമുക്ക് ഡാറ്റ റീഡ് ചെയ്ത് അല്ലെങ്കിൽ റിട്രീവ് ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ കണക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യണം. നമ്മൾ ഓപ്പൺ ചെയ്തു, ആദ്യം ഓപ്പൺ ചെയ്തു, അതിന് ഓപ്പൺ എ കണക്ഷൻ ടു SQL. ദെൻ നമ്മൾ ഏത് ഡാറ്റയാണ് വേണ്ടതെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്തു. ഡാറ്റാബേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഡാറ്റ റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്?
ഫങ്ഷൻ ക്ലോസ് ചെയ്യാണ്. ആ ഫങ്ഷൻ ഡാറ്റാബേസ് ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ആ കണക്ഷൻ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് MySQL_close off എന്നുള്ള ഫങ്ഷൻ. ആൻഡ് ദ ലിങ്ക് ടു ദി MySQL സെർവർ ഈസ് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് വെൻ ദി PHP സ്ക്രിപ്റ്റ് ഈസ് ടെർമിനേറ്റഡ്. നമ്മുടെ PHP സ്ക്രിപ്റ്റ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ MySQL സെർവറായിട്ടുള്ള ലിങ്കും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ആൻഡ് ഇഫ് യു വാണ്ട് ടു ക്ലോസ് ദി കണക്ഷൻ ബിഫോർ ദി ടെർമിനേഷൻ ഓഫ് PHP സ്ക്രിപ്റ്റ്, ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് വിത്ത് ദി ലിങ്ക് ഐഡൻറ്റിഫയർ ആസ് ഇറ്റ് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് PHP സ്ക്രിപ്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണക്ഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് MySQL_close off. ഏത് ഡാറ്റാബേസ് ആണോ ആ ഡാറ്റാബേസിൻ്റെ നെയിം നമ്മൾ പാരാന്തസിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ ക്ലോസ് ചെയ്യാനായിട്ടും പറ്റും. ആൻഡ് സക്സസ്ഫുൾ ആണെങ്കിൽ ട്രൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും, അതർവൈസ് അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ ഫോൾസ് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യും. ഇനി എങ്ങനെയാണ് PHP യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ SQL ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചതാണ്. അതേപോലെ PHP യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു SQLിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടു ക്രിയേറ്റ് എ ന്യൂ ടേബിൾ, പ്രിപ്പയർ ആൻഡ് എക്സിക്യൂട്ട് ആൻ SQL സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് ദി ടേബിൾ യൂസിങ് ദി ഫങ്ഷൻ MySQL_query off. MySQL_query off എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ PHP യൂസ് ചെയ്തിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. SQL സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനോ പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. എക്സാമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. $SQL =, ക്രിയേറ്റ് സ്പേസ് ടേബിൾ നെയിം, ഞാനിവിടെ മാർക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മാർക്സ് പാരാന്തസിസ് ഓപ്പൺ, വേരിയബിൾ നെയിം അല്ലെങ്കിൽ കോളൻ നെയിം, സ്പേസ് ഡാറ്റ ടൈപ്പ്, ഇവിടെ രജിസ്റ്റർ നമ്പർ സ്പേസ് നമ്പർ, ദെൻ നെയിം, ഒരു ഏത് സബ്ജക്റ്റ് ടെസ്റ്റിൻ്റെ നെയിം സ്പേസ് ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ഓഫ് 20, M1 ഫോർ മാർക്ക് 1 നമ്പർ, M2 നമ്പർ, M3 നമ്പർ, 3 മാർക്കുകൾ. ദെൻ ഡിസ്റ്റിങ്ഷൻ, അതിൻ്റെ ഒരു നമുക്കൊരു ക്യാരക്ടറായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ട്. അതിനുശേഷം എന്ത് കൊടുക്കണം? നമ്മൾ പറഞ്ഞു ക്രിയേറ്റ് ചെയ്യാനായിട്ട് MySQL_query off എന്നുള്ള ഫംഗ്ഷൻ വേണം. സെലക്ട് _query MySQL_query off $SQL off. ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് PHP യൂസ് ചെയ്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ക്രിയേറ്റ് ചെയ്ത ടേബിളിലേക്ക് എങ്ങനെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം? നമ്മൾ SQLിലും ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സെയിം ആസ് ഹിയർ വി ക്യാൻ ഇൻസേർട്ടിങ് ഡാറ്റ ഇൻ ടു എ ടേബിൾ യൂസിങ് PHP. ആൻഡ് ഇതിലും നമ്മൾ സെയിം MySQL_query off എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടു ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ടേബിൾ വി ഹാവ് ടു പ്രിപ്പയർ ആൻഡ് ഇൻസേർട്ട് SQL സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് യൂസിങ് MySQL_query off ഫംഗ്ഷൻ. ആൻഡ് ദി സിൻടാക്സ് ഈസ് $SQL ഇൻസേർട്ട് ഇൻ ടു മാർക്സ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ നെയിം മാർക്സ് എന്നായിരുന്നു. അപ്പോൾ ഇൻസേർട്ട് ഇൻ ടു മാർക്സ് വാല്യൂസ്, പാരാന്തസിസ് ഓപ്പൺ, ഓപ്പൺ, ഡോട്ട് ഓപ്പറേറ്റർ എന്തിനാന്ന് പറഞ്ഞിരുന്നതാണ്. നമ്മൾ സ്ട്രിങ് തന്നെയാണ്, അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രജിസ്റ്റർ നമ്പർ, ക്ലോസ് ചെയ്യുക, സിംഗിൾ കോട്ട്സ് ഓപ്പൺ, ദെൻ ഓപ്പൺ, $S നെയിം നമ്മൾ കൊടുത്തു. S നെയിം അല്ല നെയിം ആണ് വരിക. അതും കഴിഞ്ഞ് ഡോട്ട് ഓപ്പറേറ്റർ കഴിഞ്ഞ് ക്ലോസ് ചെയ്തു, സിംഗിൾ കോട്ട്സും ക്ലോസ് ചെയ്തു. ഇവിടെ സിംഗിൾ കോട്ട്സ് നമ്മൾ കൊടുക്കാൻ കാരണം, എക്സ്ട്രാ ഒരു കോട്ട്സ് കൊടുത്തത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ നേരത്തെ ക്യാരക്ടറായിട്ട് കൊടുത്തു കാരണമാണ് ഇവിടെ എക്സ്ട്രാ നമ്മൾ കോഡ്സ് കൊടുത്തത്. അതേപോലെ റിസൾട്ട് ഡിസ്റ്റിങ്ഷൻ എന്നുള്ളതിന് നമ്മൾ എക്സ്ട്രാ ഒരു കോഡ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്പർ ആയിരുന്നു, ഈ M1 M2 M3 അതുപോലെ രജിസ്റ്റർ നമ്പറും. അപ്പോൾ അവിടെ നമ്മൾ ആ ഒറ്റ കോഡ്സും തന്നെ മതി. അതിനുശേഷം പാരാന്തസിസ് ക്ലോസ് ചെയ്തു, ഡബിൾ കോഡ്സും ക്ലോസ് ചെയ്തു, ഇൻസേർട്ട് ഇൻറ്റു ഓപ്പൺ ചെയ്ത ഡബിൾ കോഡ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, ടെർമിനേറ്റഡ് വിത്ത് സെമിക്കോളൻ. ദെൻ ഈ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? $select _query MySQL_query of $SQL. ഈ $SQLോട് കൊടുക്കാൻ കാരണം ഈ SQL എന്നുള്ളതിലേക്കാണ് നമ്മളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
നമുക്കിനി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യാറുണ്ട്. അപ്ഡേറ്റിംഗ് ഡാറ്റ ഇൻ എ ടേബിൾ യൂസിങ് PHP. ടു അപ്ഡേറ്റ് ഡാറ്റ ഇൻ എ ടേബിൾ വി ഹാവ് ടു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് SQL. നമ്മൾ SQL ചെയ്ത അതേ അപ്ഡേറ്റ് SQL ചെയ്ത് കഴിഞ്ഞിട്ട് അത് പക്ഷേ PHP കൊടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ അതേ സെയിം ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. MySQL_query ഓഫ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. And the syntax, example is $SQL equal to double quotes open update marks. Table name is marks and use the set keyword M1 equal to 70 where register number equal to ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് ഒരു രജിസ്റ്റർ നമ്പർ നമ്മളവിടെ വാല്യൂ കൊടുക്കുകയാണ്. ദെൻ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് വരണമെങ്കിൽ അഗെയിൻ നമ്മൾ എന്ത് കൊടുക്കണം, സെലക്ട് _query equal to MySQL_query ഓഫ് $SQL ഇങ്ങനെ കൊടുത്താലേ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് വരുള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു എസ്റ്റാബ്ലിഷ് കണക്ഷൻ ടു MySQL ഡാറ്റാബേസ്. ഇത് കണക്റ്റിംഗ് PHP to database. It needs 4 steps. First, open a connection to MySQL. Then step 2, specifies the database we want to open. And step 3, retrieve the data to retrieve data from or insert data into the database. And ലാസ്റ്റ് സ്റ്റെപ്പ് ക്ലോസ് ദി കണക്ഷൻ. ഇത്രയാണ് നമ്മുടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ചെയ്തത്. ദെൻ SQL നമുക്ക് PHPയിലേക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് SQL സ്റ്റേറ്റ്മെൻറ്റ്സിനോടൊപ്പം നമ്മൾ എന്ത് കൊടുക്കും, PHPയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫങ്ഷൻസ് കൊടുക്കുന്നുണ്ട്. യൂസിങ് ദി MySQL_query ഫംഗ്ഷൻ we can create a new table using PHP and inserting data into a table using PHP and also updating data in a table using PHP. Hope all these topics are clear to you. Thank you, students.